ജലജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ എല്ലാ വീടുകളിലും ശുദ്ധമായ ജലലഭ്യത ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്ന് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത. മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കോച്ചിംഗ് ക്യാമ്പുകൾ സംഘടിപ്പിക്കുന്നതിനൊപ്പം ഉന്നത വിജയികളെ പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്നും ടി കവിത മാധ്യമങ്ങളോട് പറഞ്ഞു. മുക്കം പ്രസ് ക്ലബിൻ്റെ മീറ്റ് ദ പ്രസ് പരിപാടിയിലാണ് അവർ നയം വ്യക്തമാക്കിയത്. ജലജന്യ രോഗങ്ങൾ പടരുന്ന സാഹചര്യത്തിൽ എല്ലാ വീടുകളിലും ശുദ്ധമായ ജലലഭ്യത ഉറപ്പുവരുത്താൻ നടപടി സ്വീകരിക്കുമെന്ന് കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത മുക്കത്ത് പ്രസ് ക്ലബിൻ്റെ ആഭിമുഖ്യത്തിൽ നടത്തിയ മീറ്റ് ദ പ്രസ് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് വ്യക്തമാക്കി. തെരുവ് വിളക്കുകൾ പൂർണ്ണമായും പ്രവർത്തനക്ഷമമാക്കുമെന്നും ജലക്ഷാമം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കുമെന്നും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്ക് കോച്ചിംഗ് ക്യാമ്പുകൾ ഉൾപ്പെടെ സംഘടിപ്പിക്കുന്നതിനൊപ്പം ഉന്നത വിജയികളെ പ്രോത്സാഹിപ്പിക്കാൻ പദ്ധതി തയ്യാറാക്കുമെന്നും അവർ പറഞ്ഞു. പന്നിക്കോട് പ്രവർത്തിക്കുന്ന ഓട്ടിസം സെൻറ്റർ കൂടുതൽ സേവനങ്ങൾ നൽകാനായി മൾട്ടി സ്പെഷ്യാലിറ്റി സെൻ്ററാക്കി മാറ്റും. മാത്രമല്ല, ഇവിടെ എത്തുന്ന രക്ഷിതാക്കൾക്ക് സ്വയം തൊഴിൽ പദ്ധതിയും ആവിഷ്കരിക്കും. കാർഷിക രംഗത്തും ടൂറിസം മേഖലയ്ക്ക് മികച്ച പരിഗണന നൽകും. വയോജന പാർക്ക്, നീന്തൽ പരിശീലനകുളം, സാംസ്കാരിക കൂട്ടായ്മയ്ക്ക് സ്വന്തം ഓഡിറ്റോറിയം എന്നിവയും നടപ്പാക്കുമെന്നും കൊടിയത്തൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കവിത മീറ്റ് ദ പ്രസിൽ ചോദ്യങ്ങൾക്ക് മറുപടിയായി അറിയിച്ചു. നമ്മളിപ്പോൾ ഗുരുതരമായിട്ട് നേരിട്ടുകൊണ്ടിരിക്കുന്നത് കുടിവെള്ളമാണ്. കുടിവെള്ളത്തിൻ്റെ ലഭ്യത, കുടിവെള്ളം മാത്രമല്ല, ജനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള പ്രാഥമിക ആവശ്യങ്ങൾ നിർവഹിക്കാനുള്ള ജലം എല്ലാം അളവ് കുറയുകയാണ്. പെട്ടെന്ന് തന്നെ അതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകിയിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ നടപ്പിലാക്കാനും ശ്രമിക്കുന്നുണ്ട്. നാളെ മുതൽ 9-ാം തീയതി വരെ ഗ്രാമസഭകൾ ചേരുകയാണ്. കൂടുതൽ ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ നിർദ്ദേശങ്ങൾ അപ്പോൾ വരികയും അത് പെട്ടെന്ന് തന്നെ പ്രാവർത്തികമാക്കണമെന്നുമാണ് ഞങ്ങൾ തീരുമാനിച്ചിട്ടുള്ളത്. കുടിവെള്ളം തന്നെ നമ്മൾ എടുത്തു പറയുകയാണെങ്കിൽ ഇപ്പോൾ നമുക്ക് ഒരുപാട് ഞങ്ങളുടെ പ്രദേശത്ത് തന്നെ രോഗങ്ങൾ ഒരുപാട് കടന്നുവിട്ടിരിക്കുകയാണ്. ചിക്കൻ ബോക്സ് മുതലായവ കൂടുന്ന സമയമാണ്. അതുപോലെ മഞ്ഞപ്പിത്തം. നമുക്കറിയാം, നമ്മുടെ കുടിവെള്ളം ശുദ്ധമല്ല എന്നുള്ളത്. കിണറുകളിലെ വെള്ളം നമ്മുടെ ഗ്രാമപ്രദേശമായാലും ഏത് ഭാഗങ്ങളിലായാലും കുടിവെള്ളത്തിൻ്റെ ലഭ്യത ഉണ്ടെങ്കിലും അത് എത്രത്തോളം ശുദ്ധമാണെന്നുള്ളത് നമുക്കറിയാം. അപ്പോൾ നമ്മുടെ ആദ്യമായിട്ട് ഞങ്ങൾ ആലോചിച്ചൊരു പദ്ധതി എന്ന് വെച്ചാൽ ഫിൽറ്റർ ചെയ്ത വെള്ളം ഓരോ വീടിനും അതിനു വേണ്ടിയിട്ടുള്ളൊരു ഫണ്ട് നമുക്ക് വെച്ചുകൊണ്ട് ഓരോ വീടിനും ശുദ്ധമായിട്ടുള്ള ജലം ഉപയോഗിക്കാനുള്ള ഒരു പദ്ധതി ഞങ്ങൾ ഈ കയറിയപ്പോൾ തന്നെ ഞങ്ങൾ ആലോചിച്ചിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ ഫലവത്താക്കണമെന്ന് വിചാരിക്കുന്നുണ്ട്. വിദ്യാഭ്യാസ രംഗത്ത് ഒരുപാട് പുതിയ നൂതന ആശയങ്ങൾ വന്നു ചേർന്നിട്ടുണ്ട്. കൂടുതലും നമ്മുടെ കുട്ടികൾക്ക് മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നതോടൊപ്പം തന്നെ നമ്മുടെ പ്രത്യേക ഫണ്ടൊന്നുമില്ല. അവരുടെ അനുമോദനങ്ങൾ അത് കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല, അവരെ ഓരോ കുട്ടികളേക്കും ഏത് മത്സര പരീക്ഷയായാലും പ്രത്യേക പഠന പാഠ്യേതര പ്രവർത്തനങ്ങൾ ഏത് തന്നെയായാലും വിജയികളായിട്ടുള്ളവരെ പ്രത്യേകം അനുമോദിക്കണം. അതിനുള്ളൊരു കമ്മിറ്റി ഞങ്ങൾ രൂപീകരിച്ചു കഴിഞ്ഞു. ഹുസൈൻ മാസ്റ്റർ സ്മൃതി കേന്ദ്രത്തെ സൗജന്യ കലാപരിശീലന കേന്ദ്രമായി മാറ്റുകയും സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകുന്നതിന് പദ്ധതി നടപ്പാക്കുകയും MCF പ്രവർത്തനം കൂടുതൽ കാര്യക്ഷമമാക്കുകയും പാലിയേറ്റീവ് കെയർ പ്രവർത്തനം വ്യാപിപ്പിക്കുകയും ചെയ്യുമെന്നും ഇവർ വ്യക്തമാക്കി. ഇവിടെ മരുന്നുകൾ സൗജന്യമായി നൽകാൻ പദ്ധതി ആവിഷ്കരിക്കും. ഒപ്പം ചെറുകിട വ്യവസായ യൂണിറ്റുകൾ, ABC സെൻറ്റർ, കാട്ടുപന്നി ശല്യത്തിനെതിരെ നടപടി എന്നിവയും നടപ്പാക്കുമെന്നും ടി കവിത അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, മുക്കം.